പിന്നെ നമ്മൾ പറയുന്നത് ഒരു മന്ത്രത്തിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയുന്നത് വെച്ചാൽ ജീവിതത്തിൽ എല്ലാ സംഗതിയും വിജയിക്കും. പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാൽ കൂടി നമ്മളിപ്പോൾ ഒരു സംഗതി ഏതാൾ പറഞ്ഞാലും ഇവിടെ പറഞ്ഞാലും ഒക്കെ ശരികളായിരിക്കാം, പരമ്പരയായിട്ട് കിട്ടിയായിരിക്കാം. പലതും എല്ലാവരും ആരെ സൃഷ്ടിയല്ല, പലരും ഇതിവിടെ കാണുന്ന എല്ലാ സംഗതികളും ഇപ്പോൾ നമ്മൾ സഹസ്രനാമമായാലും എന്ത് സംഗതികളായാലും മന്ത്രങ്ങളായാലും ഒക്കെ ഓരോരുത്തർക്കും വേണ്ടി എഴുതി വെച്ചതാണ്. അപ്പോൾ അങ്ങനത്തേതാണ്. പുതിയതുണ്ടാക്കി വരുന്നുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മളും ചിന്തിക്കുക. നമ്മൾ ഒരാൾ പറഞ്ഞു വെച്ചിട്ട് ശരിയാണ് എങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ നോക്കുക, കുറച്ചൊന്ന് നോക്കുക. പിന്നെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാനസിക ടെൻഷൻ വരുന്നുണ്ടോ നോക്കുക, തലയ്ക്ക് പ്രശ്നം വരും ഒക്കെ നമ്മൾ ചിന്തിക്കണം. ഹോമിയോ മരുന്ന് ഉണ്ടല്ലേ, ഹോമിയോ മരുന്ന് നമ്മൾ ഒരേ മരുന്ന് തന്നെ പല പൊട്ടൻഷ്യലാണ് പല ആൾക്കാർക്കും കൊണ്ട് ഒരേ മരുന്ന് കൊടുക്കുന്നത് 4 ആൾക്ക് 4 തരത്തിലാണ്. അങ്ങനെയാണ് സ്വഭാവങ്ങൾ ചോദിക്കും. അത് ഹോമിയോ മരുന്നിനൊക്കെ പ്രത്യേകം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ഒരു കഥ പറയുമ്പോൾ പഞ്ചസാരേൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് എനിക്ക് മുട്ടുവേദനയായിട്ട് നിന്ന്, അതായത് ഒരുപാട് ഡിഗ്രിയൊക്കെയുള്ള MBA LLB എയർഫോഴ്സിൽ കമാൻഡർ അങ്ങനെ ഹോമിയോ മരുന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളാണ് സർവീസായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടാ പഞ്ചസാര കഴിച്ചാൽ നിൻ്റെ എല്ലിനി പൊട്ടിപ്പോവും, ഇനി കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞൊരറിവ് വെച്ച് പഞ്ചസാര പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്, അതിന് ഞാൻ പറഞ്ഞു തെളിവെന്തൊന്നും ചോദിക്കേണ്ട, പഞ്ചസാര പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് ഒരു ആധികാരികമായിട്ട് കടിക്കലായിട്ടൊന്നും പറയുന്നതല്ല, ആസിഡുകൾ ഉപയോഗിച്ചിട്ട് കളർ പോകാൻ വേണ്ടി, ചെളി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പഞ്ചസാര നമ്മൾ മധുരം എന്നതിലുപരി അത് നമ്മുടെ എല്ലുകൾ കേടുവരുത്താൻ പ്രത്യേക സാധ്യത. ചില ആൾക്കാർ പറയുന്നതൊക്കെ ബോഡിയിലൊക്കെ ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്ത് വിതറുന്നു, കാരണം എല്ല് പെട്ടെന്ന് ദ്രവിക്കും, അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടറിവാണ്. ഇത് എവിടുന്ന് കിട്ടി എന്ത് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ പറയാമല്ലോ, ആർക്കും ദോഷം വരുന്ന സംഗതിയല്ലല്ലോ. അപ്പോൾ അതും പഞ്ചസാര കുറയ്ക്കുന്ന ഒഴിവാക്കുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനത്തെ ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരാൾ പറഞ്ഞു തന്നാലും ചിന്തിക്കുക. പറഞ്ഞു തന്ന സംഗതികൾ മോശം എന്നുള്ളതല്ല, ചിന്തിച്ച് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചിന്തിക്കണം. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മൈൻഡ് റീഡ് ചെയ്യണം. ഇന്നലെ കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ, അപ്പോഴേ മനുഷ്യന് മാറാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും നല്ല കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ. പലത് പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പം നിങ്ങൾ കാഴ്ചക്കാരും കേൾവിക്കാരായിരിക്കും, ചില സമയങ്ങളിൽ ഞാൻ കാഴ്ചക്കാരനും കേൾവിക്കാരനുമാകും. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമായിട്ട് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾക്ക് വളരെ ഉപകാരത്തിലാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.